അബിൻ വർക്കിയും ശ്രീ ചാണ്ടി ഉമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതങ്ങൾ വെച്ച് കളിക്കാറില്ല. അവരാരും ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. കരുത്തുറ്റ നേതാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഈ ചെണ്ടയിൽ എത്ര അടിച്ചാലും കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കും. ഒരു മാർഗവുമില്ലാതെ വരുമ്പോൾ സ്വരം മാറുവാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മാത്രം ഓർപ്പിക്കുകയാണ്. ടോബി ജോൺസൺ തുടരുന്നുണ്ട്. ടോബിയും ഈ അബിൻ വർക്കിയെയും ഒപ്പം ഈ ചാണ്ടി ഉമ്മനെയും പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ അതൊരു മുന്നറിയിപ്പും താക്കീതും കൂടിയാണല്ലോ ടോബി. ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നു തത്സമയം. പാർട്ടിയാണെല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിന് 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, എൻ്റെ നേതാക്കള് ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എന്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. അത് ഞാൻ ടോബി ജോൺസണിലേക്ക് വീണ്ടും. ടോബി, അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടമാണ്. വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി തനിക്ക് എല്ലാം തന്നു, പക്ഷേ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും, അത് പാർട്ടിക്കുള്ളിൽ പറയുമെന്ന് പറയുന്നുണ്ട്, ഒന്നും പുറത്തു പറയുന്നില്ല. പക്ഷെ അപ്പോഴും ആ അതൃപ്തി പ്രകടമാണല്ലോ. നമ്മൾ നേരത്തെ സഭയുടെ പ്രതികരണം കേട്ടപ്പോൾ അതൊരു താക്കീതിന്റെ സ്വരം കൂടി ഉണ്ടല്ലോ ടോബി. തീർച്ചയായിട്ടും ഒരു താക്കീതിന്റെ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ, ചാണ്ടി ഉമ്മൻ, അബിൻ വർക്കി, ഇവർ രണ്ടുപേരും സഭയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു പരോക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ തന്നെ സഭ നൽകുന്നുമുണ്ട്. അവർക്ക് ഒരു പ്രശ്നം പാർട്ടിയിൽ നിന്നുണ്ടായപ്പോൾ അതിന് അവരുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു നീക്കമാണ് സഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഈ നേതാക്കളുടെ പക്ഷത്തേക്ക് വരികയാണെങ്കിൽ അവർ രണ്ടും പാർട്ടിക്ക് പുറത്ത് കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ ഇപ്പോൾ ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ പറയുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ചാണ്ടിയും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പക്ഷേ ചാണ്ടി നടത്തിയ പ്രതികരണം അല്പം വിവാദമാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിരുന്നു. കാരണം ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ചാണ്ടി അബിൻ വർക്കിയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു വലിയ വിവാദത്തിലേക്ക് പോയ പശ്ചാത്തലത്തിലാണ് അത് തിരുത്തിക്കൊണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നു. എന്തായാലും അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പുനഃസംഘടനയിൽ കാര്യമായ പരിഗണന ലഭിക്കാത്തത് ഈ രണ്ട് നേതാക്കൾക്കാണെന്നുള്ള ഒരു വിലയിരുത്തൽ സഭയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് മെത്രാപ്പൊലീത്തയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഉണ്ടായത്. വരും ദിവസങ്ങളിൽ ഈ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടാണ് സഭ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ AICC നിന്നും അടക്കമുള്ള പ്രതികരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സഭയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണമാണ് ഇനി വരേണ്ടത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.